ബനാന ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ബനാന നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങിയിട്ടാണ് ഈ പഴം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പഴുത്ത പഴമാണ്. അതും കൂടി നമ്മൾ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ നെയ്യിൽ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ബനാനേൻ്റെ സ്വീറ്റ്നെസ് അനുസരിച്ചാണ് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 പഴത്തിന് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ അവിൽ, ഈ അവിൽ വെള്ള അവിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ബ്രൗൺ കളർ അവിലാണ് എടുത്തത്. പിന്നെ ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. നല്ല എന്താ പറയുക, നല്ല പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്വീറ്റ് റെസിപ്പി നിങ്ങളും കൂടി ഒന്ന്, ഈ സ്നാക്സ് റെസിപ്പി നിങ്ങളും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ ഫീഡ്ബാക്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്.